വൈകുന്നേരം കോടിയിൽ 4:5 ഭാഗത്ത് സാധനം വാങ്ങാൻ വന്നാലും കൂടി ഒരിക്കലും പോയ സമയത്ത് CPM-ന്റെ ഗുണ്ടകൾ പേര് അടിച്ചതാണ്. ആദ്യം എൻ്റെ മകനെ അടിച്ചു. ഞാൻ സ്ഥാനാർത്ഥിയുടെ ഭർത്താവാണ്. 9 വാർഡിലേക്ക് 9 വാർഡിൽ ജയിച്ച സ്ഥാനാർത്ഥി സുബൈദ നാട്ടിലെ ഭർത്താവാണ്. പിന്നെ അവർ ബേക്കിൽ നിന്ന് തന്നെ അടിച്ച് ഞാൻ വീണ് ചെവിക്കടിച്ചതിന് ശക്തമായ സാഹചര്യത്തിലാണ് അവർ അടിച്ചത്. പിന്നെ അവിടെ ഞാൻ തിരിച്ചു പോന്നപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിരീക്ഷണത്തിലാണ് ഉള്ളത്. വേറെ നാശനഷ്ടങ്ങൾ ആ ഭാഗത്തൊക്കെ വേറെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് അവർ. പിന്നെ കാലിന് ഒരഞ്ഞിട്ട് കാലിൻ്റെ മുട്ടുകാലും അതുപോലെ തന്നെ ഈ ഇടതുകാലിൻ്റെ പിന്നെ വിരലും ഒരഞ്ഞിട്ടുണ്ട്. അടിയിൽ ആകർഷമായ അടിയാണ് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അടിയാണ്. അവിടുത്തെ പിന്നെ ഉണ്ടായിരുന്ന CPM ഗുണ്ടയായ നേതൃത്വ പ്രശ്നമുള്ള അലി എന്നുള്ള ആളും പിന്നെ ഫിറോസ്, അതേപോലെ തന്നെ അവിടുത്തെ പാർട്ടി നേതാവ് തുളസി ഇവർക്കായിരുന്നു. ഓരോ നേതൃത്വത്തിലുള്ള 5-10-12 പേരായിരുന്നു ഉണ്ടായിരുന്നു. ഷോപ്പിലേക്ക് പോയിരുന്നു. ആ സമയത്താണ് അവിടെ കൂടി നിൽക്കുന്ന കുറേ പ്രവർത്തകരുണ്ടായിരുന്നു. അതിലൊരാളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് തലൻ്റെ അവിടേക്ക് ശക്തിയായിട്ട് എനിക്ക് ചെവിയും കൂട്ടിയായിരുന്നു അടിച്ചത്. ഒരു പ്രകോപനമില്ലായിരുന്നു. അന്ന് വെറുതെ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ അടിക്കുകയും പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വേറെ പ്രകോപനം നിൽക്കാതെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞു ഇവരെന്നെ തല്ലിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തല്ലിയില്ല. പിന്നെ അവിടെയുള്ള പ്രവർത്തകർ CPM പറഞ്ഞില്ല അവർ തല്ലിയിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തല്ലിയിട്ടൊന്നും പോലീസുകാർ പിന്നെ അത് സംസാരിക്കാൻ വേണ്ടി അങ്ങനെ പോയി. ആ ഗ്യാപ്പിൽ ഞാൻ അവിടുന്ന് നടന്ന് രക്ഷപ്പെടാൻ നോക്കിയിരുന്നു. എൻ്റെ ബാക്കിൽ ഉപ്പയും അതേപോലെ വരാൻ നോക്കിയപ്പോൾ ഉപ്പയെ പിന്നെ എന്താക്കി അവർ എന്നെ തല്ലി അതേ ആൾ തന്നെ ഉപ്പൻ്റെ ബാക്കിൽ ഒന്ന് തല്ലി. ഇപ്പോൾ അവിടെ വീക്കി. പിന്നെ ആ പ്രവർത്തകർക്ക് ഒന്നായിട്ട് കൂടി. എന്നാൽ പോലീസ് പിന്നെ തടയാനും ഇതാക്കാനും വന്നിട്ടില്ല. അവരോട് വർത്താനം പറയുകയില്ല. പിന്നെ ഞാൻ തന്നെ തിരിച്ചു കൂട്ടി പോയി ഉപ്പനെ കൂട്ടിയിട്ട് പിന്നെ പോലീസുകാർ അപ്പോഴും അവർ വർത്താനം നടക്കുന്ന സമയത്ത് ആ ഗ്യാപ്പിൽ തിരിച്ചു കൊണ്ടുപോയി. പിന്നെ വണ്ടി ഉണ്ടായിരുന്നു ഒരാളെ, ആ വണ്ടിയിൽ കയറ്റി ഞാനും അതിൽ കയറി നേരം വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട്ടിൽ ഇപ്പം എൻ്റെ കാലിൻ്റെ തോല് പോയി. പിന്നെ ചെവിക്കടി കിട്ടിയത് നല്ല പ്രയാസം കാര്യങ്ങളുണ്ട്. ചിന്തിക്കാൻ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ പാർട്ടിയോട് പല നേതാക്കളും കണ്ടിട്ടുണ്ട്. പിന്നെ ശക്തമായി ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരവരെ പ്രകോപനമില്ലാതെ വെറുതെ പരാജയ രീതിയിൽ ഞങ്ങൾ ആക്രമിച്ചതാണ്.